ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി സിംപ്ലിഫൈഡ് വിത്ത് അർച്ചന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോമ്പിനേഷൻ റിയാക്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Generally, combination reactions are reactions in which two or more reactants combine together to form a single product. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഡീകമ്പോസിഷൻ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സിംഗിൾ കോമ്പൗണ്ട് എന്ത് ചെയ്യാണ്? It is decomposing അല്ലെങ്കിൽ it breaks down into simpler products അല്ലെങ്കിൽ simpler substances ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. A single reactants break down into simpler products is called as decomposition reaction. അല്ലെങ്കിൽ the reactions in which a compound splits up into two or more simpler substances are called as decomposition reaction. അപ്പൊ ജനറലി ഡീകമ്പോസിഷൻ റിയാക്ഷൻ 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഏത് ഫോം ഓഫ് എനർജി ആണോ ഡീകമ്പോസിഷൻ റിയാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റ് എനർജി യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒരു എനർജിയാണ്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? സൺലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എനർജി ദാറ്റ് വി ആർ യൂസിങ് ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോ ആ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി 3 ടൈപ്പ് ആണ്. ഇഫ് യു ആർ യൂസിങ് ഹീറ്റ് എനർജി അവിടെ വരുന്നത് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നത് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അതായത് ദ റിയാക്ടൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ടൻസ്, if the reactants are breaking down into simpler products in presence of heat energy, those type of decomposition reactions are called as thermal decomposition reaction. ഇനി അതല്ല ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോട്ടോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണുള്ളത്. തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദാറ്റ് മീൻസ് a single reactant breaks down into simpler products in presence of heat energy is called as thermal decomposition reaction. രണ്ടാമത്തേത് ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. സെയിം ഡെഫിനിഷൻ കൊടുക്കാം. A simple or a single reactant breaks down into simpler substances in presence of electricity ആണെങ്കിൽ അതെന്താണ്? ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. നേരെ മറിച്ച് if a single reactant breaks down into simpler substances in presence of sunlight ആണെങ്കിൽ അതെന്താണ്? ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. 3 ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഉണ്ട്. ഒന്നാമത്തേത് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, രണ്ടാമത്തേത് ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, മൂന്നാമത്തേത് എന്താണ്? ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരിക? when a single reactant breaks down into simpler products or simpler substances in presence of heat energy, it is called as തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതിൽ 3 ആക്ടിവിറ്റി വരുന്നുണ്ട്. മൂന്നും എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ആക്ടിവിറ്റി ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് എടുക്കുകയാണ്. ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബിലേക്ക്
ഒരു ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് എടുക്കുകയാണ്. അപ്പൊ ഈ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിന് ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്രീൻ കളർ. ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിന്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. ഇപ്പൊ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദാറ്റ് ഇസ് FeSO4.7H2O. അതായത് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് എന്ത് നമ്മുടെ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജനറലി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഗ്രീൻ കളർ ഡിസപ്പിയർ ചെയ്ത് ആദ്യം ദ കളർ വിൽ ചേഞ്ച് ടു വൈറ്റ്. കളർ എന്തായിട്ട് മാറും? വൈറ്റ് കളറായിട്ട് മാറും. പിന്നെ ഓൺ പ്രൊലോങ് ഹീറ്റിംഗ്, ഇത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിന്റെ കളർ ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ട് മാറും. ദ കളർ എന്തായിട്ട് മാറും? ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറുകയാണ്? ഫെറസ് സൾഫേറ്റ് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും അതേപോലെ തന്നെ സൾഫർ ട്രയോക്സൈഡും ആയിട്ട് മാറുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ. അതായത് ഫെറസ് സൾഫേറ്റിന്റെ കളർ ഗ്രീൻ കളറാണ്. ഈ ഗ്രീൻ കളറുള്ള ഫെറസ് സൾഫേറ്റ് ബ്രൗണിഷ് ബ്ലാക്ക് കളറായിട്ട് മാറും. അതിന്റെ കൂടെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത് സൾഫർ ഡയോക്സൈഡും അതേപോലെ തന്നെ സൾഫർ ട്രയോക്സൈഡുമാണ്. ഇനി വരുന്ന രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിന്റെ ഹീറ്റിംഗ് ആണ്. അതായത് കാൽഷ്യം കാർബണേറ്റ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് കാൽഷ്യം കാർബണേറ്റ് എന്നുള്ളത്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പിനേഷൻ റിയാക്ഷൻ പറഞ്ഞ സമയത്തും നമ്മൾ കാൽഷ്യം കാർബണേറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഹാവിംഗ് എ കെമിക്കൽ ഫോർമുല CaCO3. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലൈംസ്റ്റോൺ എന്ന് നമ്മൾ പറഞ്ഞു. ഈ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് ഫോം ചെയ്യും? കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്ലൈമും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഇവിടെ ഫോം ചെയ്യും. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്യാറുള്ളത് ഇവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് ഏതാ എന്ന് ചോദിച്ചിട്ടാണ് ജനറലി ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതായത് അപ്പൊ നിങ്ങൾ എന്തും കൂടി എഴുതേണ്ടി വരും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ പ്രസൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഏതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് വൈറ്റ് കളർ കിട്ടുക എന്നുള്ള ഒരു റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്. അപ്പം ആ ഒരു റിയാക്ഷനെ കണക്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇതിന് ആൻസർ എഴുതാനായിട്ട്. ഹൗ വിൽ യു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ദ പർട്ടിക്കുലർ ഗ്യാസ് എന്ന് ചോദിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ അടുത്ത എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് എന്ത്? നമ്മുടെ ലെഡ് നൈട്രേറ്റ്. വാട്ട് ഹാപ്പൻസ് വെൻ യു ഹീറ്റ് ലെഡ് നൈട്രേറ്റ് പൗഡർ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഈ ലെഡ് നൈട്രേറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? PbNO3 ട്വൈസ് ആണ്. ആണല്ലോ, PbNO3 ട്വൈസ് ആണ് എന്ത്? നമ്മുടെ ലെഡ് നൈട്രേറ്റിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. PbNO3 ട്വൈസ്, അതായത് നമ്മുടെ ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ് ഓക്സൈഡ് കിട്ടും. അതേപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് കിട്ടും. അതേപോലെ തന്നെ ഓക്സിജൻ കിട്ടും. ഇത് മൂന്നുമാണ് നമ്മുടെ പ്രോഡക്ട്സ്. നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. 2PbNO3 twice gives 2PbO plus 4NO2 plus O2. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മുടെ ലെഡ് നൈട്രേറ്റിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാവിംഗ് എ വൈറ്റ് കളർ. വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് നമ്മുടെ ലെഡ് നൈട്രേറ്റ്. പക്ഷെ ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യെല്ലോ കളറുള്ള ലെഡ് ഓക്സൈഡും അതേപോലെ തന്നെ ബ്രൗൺ ഫ്യൂംസ് ഉള്ള ഒരു നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസും ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഈ ബ്രൗൺ കളർ ഗ്യാസ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ചോദിച്ചുകൊണ്ട് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഇപ്പൊ തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ മെയിൻലി 3 റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ഫെറസ് സൾഫേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ഉള്ള റിയാക്ഷൻ, രണ്ടാമത്തത് കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ വരുന്ന റിയാക്ഷൻ, മൂന്നാമത്തത് ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ വരുന്ന റിയാക്ഷൻ. അതിൽ ഫെറസ് സൾഫേറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്രീൻ കളർ. അതിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ആ ഗ്രീൻ കളർ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്ത് വൈറ്റ് ആയിരിക്കും. ഓൺ പ്രൊലോങ് ഹീറ്റിംഗ് ദ കളർ വിൽ ചേഞ്ചസ് ടു ബ്രൗണിഷ് ബ്ലാക്ക്. കാൽഷ്യം കാർബണേറ്റിന്റെ കളർ ചേഞ്ച് ഒന്നും പറയുന്നില്ല. ഇറ്റ് ഈസ് ഹാവിംഗ് എ വൈറ്റ് കളർ.
ഫോം ചെയ്യുന്നത് കാൽഷ്യം ഓക്സൈഡും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ലെഡ് നൈട്രേറ്റ് ആണ്. ലെഡ് നൈട്രേറ്റിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഈ വൈറ്റ് കളറിലുള്ള ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യെല്ലോ കളറുള്ള ലെഡ് ഓക്സൈഡും അതേപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസിന്റെ ബ്രൗൺ ഫ്യൂംസും എന്ത് ചെയ്യാറുണ്ട്, ലിബറേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻസ്, അതായത് ഫെറസ് സൾഫേറ്റിന്റെ റിയാക്ഷനും ലെഡ് നൈട്രേറ്റിന്റെ റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷനാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മുടെ ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി, ഇതിൽ കുറെ ആക്ടിവിറ്റി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ടെക്സ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ടൈപ്പ് റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണ്, എ സിംഗിൾ റിയാക്ടന്റ്, ഒരു സിംഗിൾ റിയാക്ടന്റ് എന്ത് ചെയ്യാണ്, it breaks down into simpler products in presence of electricity. ഇവിടെ എന്തിന്റെ പ്രസൻസിലാണ്, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ഒരു സിംഗിൾ റിയാക്ടന്റ് ബ്രേക്സ് ഡൗൺ ചെയ്ത് സിംപ്ലർ പ്രൊഡക്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടത്തെ നോക്കേണ്ട 2-3 കാര്യങ്ങളാണ്. ഇപ്പം എന്താ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ വെച്ചിട്ട് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് മഗ് നിങ്ങൾ എടുക്കുന്നു, അതിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇലക്ട്രോഡ്സ് ഒക്കെ വെച്ച് ഒരു ബാറ്ററി ഒക്കെ വെച്ച് നിങ്ങളൊരു എന്താ കറണ്ട് പാസ് ചെയ്യാണ്. ഇവിടെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് സൾഫ്യൂരിക് ആസിഡ്, അതായത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നതിന്റെ കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ഓർത്തു വെക്കുക. പിന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, നിങ്ങളെ ഗ്രേഡ് 8-ലുള്ള ഒരു ആക്ടിവിറ്റി ആണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോഡ്സിലും നിങ്ങൾക്ക് എന്ത് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും, ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഈ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് കളക്റ്റഡ് ദ സെയിം ഇൻ ബോത്ത് ദ ടെസ്റ്റ് ട്യൂബ്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്, നമ്മുടെ വാട്ടർ എന്ത് ചെയ്യാണ്, ഡീകമ്പോസ് ചെയ്യാണ്, ആണല്ലോ. വാട്ടർ ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെ ആയിട്ട് മാറും, വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനും ആയിട്ട് മാറും. ഈക്വേഷൻ ബാലൻസ്ഡ് ആണോ, അല്ല. ഈക്വേഷൻ എന്തല്ല, ബാലൻസ്ഡ് അല്ല. ഈക്വേഷൻ ബാലൻസ്ഡ് ആവണമെങ്കിൽ എന്ത് വരണം, 2H2O ആണല്ലോ. 2H2O gives 2H2 plus O2. ഇപ്പോഴാണ് എന്ത് ചെയ്തത്, ഇക്വേഷൻ ബാലൻസ്ഡ് ആയത്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് കളക്റ്റഡ് ദ സെയിം ഇൻ ബോത്ത് ദ ടെസ്റ്റ് ട്യൂബ്. അല്ല, 2 ടെസ്റ്റ് ട്യൂബിലും കളക്ട് ചെയ്ത ഗ്യാസ് എന്തല്ല, സെയിം എമൗണ്ട് അല്ലെങ്കിൽ സെയിം വോളിയം അല്ല. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ഗ്യാസ് എന്ത് ചെയ്യാണ്, നമ്മള് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്ത് അവിടുന്ന് റിമൂവ് ചെയ്യാണ്. ഇങ്ങനെ കളക്ട് ചെയ്തതിലേക്ക് ഒരു ബേണിംഗ് കാൻഡിൽ, അതായത് ഗ്യാസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ആ ഗ്യാസ് നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് ട്യൂബിലുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, യു ആർ ഇൻട്രൊഡ്യൂസിങ് എ ബേണിംഗ് കാൻഡിൽ. അങ്ങനെ ബേണിംഗ് കാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ 2 ഇലക്ട്രോഡ്സ് ആണുള്ളത്. നമുക്ക് ഒരു ആനോഡും ഉണ്ട്, അതേപോലെ തന്നെ കാഥോഡും ഉണ്ട്. ഈ ജനറലി ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് കാഥോഡ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ചാർജ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവും കാഥോഡിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവും ആണ്. ഈ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, ആനോഡിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഹൈഡ്രജൻ പോയിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് ബബിൾസ് കാണാൻ പറ്റുന്നതും ഈ ഒരു ചാർജ് കാരണമാണ്. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഇറ്റ് ഈസ് എക്സ്പ്ലോസീവ് ഇൻ നേച്ചർ. എക്സ്പ്ലോഷൻ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് നേച്ചർ കാണിക്കുന്ന ഒരു ഗ്യാസ് ആണ് എന്ത്, നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്.
മാത്രമല്ല ഹൈഡ്രജൻ ഗ്യാസിന്റെ അടുത്തേക്കൊക്കെ നമ്മളൊരു ബേണിംഗ് ക്യാൻഡിൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഹൈലി ഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് എന്ത്? ഹൈഡ്രജൻ ഗ്യാസ്. ഇനി അടുത്തത് എന്താണ്? ഓക്സിജൻ ഗ്യാസ് ആണ്. ഓക്സിജൻ ഗ്യാസിന്റെ അടുത്ത് ഒരു ബേണിംഗ് ക്യാൻഡില് നിങ്ങൾ കൊടുന്ന് വെക്കുന്ന സമയത്ത് ഇറ്റ് സപ്പോർട്ട്സ് ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് എന്ത്? നമ്മുടെ ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കും? നിങ്ങൾ ഒരു ബേണിംഗ് ക്യാൻഡിൽ കൊടുന്ന് ഓക്സിജൻ ഗ്യാസിന്റെ അടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ബേണിംഗ് ക്യാൻഡിൽ കൊടുന്ന് ഈ ടെസ്റ്റ് ട്യൂബിലുള്ള ഓക്സിജൻ ഗ്യാസിന്റെ ആ ഒരു മൗത്തിലേക്ക് നിങ്ങൾ വെക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ബേണിംഗ് ക്യാൻഡിൽ നന്നായിട്ട് എന്ത് ചെയ്യും? അത് ബേൺ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രശ്നവും ഇല്ലാതെ അത് ബേൺ ചെയ്യും. നേരെ മറിച്ച് ഹൈഡ്രജൻ ഗ്യാസിന്റെ അടുത്താണെങ്കിൽ there are chances for explosion, അല്ലെങ്കിൽ it will burns with a pop sound. ഇതാണ് രണ്ട് കേസ് അവിടെ പറയാനായിട്ട് ഉള്ളത്. അപ്പം എന്താ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഗ്യാസ് ആണ് എവിടെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വേറൊരു കാര്യം കൂടിയും ചോദിക്കാറുള്ളത്, ഈ ഒരു വോളിയത്തിന്റെ കേസ് എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇവിടെ കാഥോഡിൽ കളക്ട് ചെയ്യുന്ന വോളിയം ആയിരിക്കും എന്ത്? കൂടുതൽ. ആനോഡിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദ ആനോഡ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ദ ഗ്യാസ് കളക്റ്റഡ് അറ്റ് ദ കാഥോഡ് ഈസ് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് ദ ആനോഡ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഇതാണ് ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. കുറച്ച് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഇത് ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഫോം ചെയ്യുന്ന ബബിൾസിന്റെ വോളിയം സെയിം ആണോ, അല്ലെങ്കിൽ ഗ്യാസ് കളക്ട് ചെയ്യുന്നത് സെയിം എമൗണ്ട് ആണോ എന്നുള്ളത് ഓർത്ത് വെക്കുക. ആരാണ് ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആരാണ് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആനോഡിന്റെയും കാഥോഡിന്റെയും ചാർജ് സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് നമ്മുടെ ഫോട്ടോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇതാണ് നമ്മുടെ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഫോട്ടോളിസിസ്, ഫോട്ടോകെമിക്കൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അങ്ങനെ 3-4 പേര് എന്തിനുണ്ട്? ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷനിലും എ സിംഗിൾ റിയാക്ടന്റ് ബ്രേക്സ് ഡൗൺ ഇൻടു സിംപ്ലർ പ്രൊഡക്ട്സ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഒരു സിംഗിൾ റിയാക്ടന്റ് സിംപ്ലർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സിംപ്ലർ സബ്സ്റ്റൻസസ് ആയിട്ട് ബ്രേക്സ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇവിടെ വരുന്നത് 2 എക്സാമ്പിൾ ആണ്. ഒന്ന് സിൽവർ ക്ലോറൈഡിന്റെ എക്സാമ്പിൾ വരാറുണ്ട്, അതേപോലെ തന്നെ അടുത്തത് സിൽവർ ബ്രോമൈഡിന്റെ എക്സാമ്പിളും വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൽവർ ക്ലോറൈഡ് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു 2 gram സിൽവർ ക്ലോറൈഡ് ഒരു ചൈന ഡിഷിലെടുത്ത് അതിന്റെ കളർ നോക്കുക. ആദ്യം അതിന്റെ കളർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഹാവിങ് എ വൈറ്റ് കളർ. നല്ല വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് എന്തിനുണ്ടായിരിക്കുക? ഈ സിൽവർ ക്ലോറൈഡിനാണെങ്കിലും അതേപോലെ തന്നെ സിൽവർ ബ്രോമൈഡിനാണെങ്കിലും ഉണ്ടായിരിക്കുക. ഇത് നിങ്ങൾ നേരെ അത് ഒരു സൺലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ കളർ വൈറ്റ് കളർ മാറി അത് എന്തായിട്ട് മാറും എന്നാണ് പറയുന്നത്? ഗ്രേ കളറായിട്ട് മാറും. സിൽവർ ക്ലോറൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ സിൽവർ ബ്രോമൈഡ് ആണെങ്കിലും ഒരേപോലെയാണ് റിയാക്ഷൻ നടക്കുക. വൈറ്റ് കളർ വിൽ ചേഞ്ചസ് ഇൻ ടു ഗ്രേ കളർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് സിൽവറും അതേപോലെ തന്നെ ക്ലോറിൻ ഗ്യാസും ആയിട്ട് ലിബറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ സിൽവർ ബ്രോമൈഡിന്റെ കേസിലാണെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ സിൽവർ ബ്രോമൈഡ് സിൽവറും അതേപോലെ തന്നെ ബ്രോമിൻ ഗ്യാസുമായിട്ട് റിലേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 റിയാക്ഷൻസും ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് ഈ ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡും അതേപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡും. ഇതാണ് നമ്മുടെ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോസ്റ്റ് ഓഫ് ദ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോമ്പിനേഷൻ റിയാക്ഷന്റെ സമയത്ത് ഹീറ്റ് എനർജി ഇസ് ലിബറേറ്റഡ് ഓർ റിലീസ്ഡ്, അല്ലെങ്കിൽ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എക്സോതെർമിക് റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പിനേഷൻ റിയാക്ഷന്റെ കേസിൽ.
when it comes to decomposition reactionന്റെ സമയത്ത് അവിടെ എനർജി എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അതിപ്പോ ഹീറ്റ് എനർജി ആണെങ്കിലും ലൈറ്റ് എനർജി ആണെങ്കിലും ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാണ്, ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ ജനറലി എൻഡോതെർമിക് റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്? ദേ ആർ ഓൾസോ called as endothermic reaction. എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും എന്ത് റിയാക്ഷൻ ആണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലുള്ളത്. ജനറലി ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if a single reactants breaks down into simpler product, such type of reactions are called as decomposition reaction. And there are mainly 3 types of decomposition reaction: thermal decomposition reaction, electrolytic decomposition reaction, and photolytic decomposition reaction. If a single reactant breaks down into simpler products in presence of heat energy, such type of reactions are called as thermal decomposition reaction എന്ന് നമ്മൾ പറഞ്ഞു. And if a single reactant breaks down into simpler products in presence of electricity, such type of reactions are called as electrolytic decomposition reaction എന്ന് നമ്മൾ പറഞ്ഞു. And if a single reactant breaks down into simpler products in presence of sunlight, such type of reactions are called as photolytic decomposition reaction എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ പറഞ്ഞ 3 റിയാക്ഷൻ, തെർമലിലാണെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താ, ഫെറസ് സൾഫേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു. കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ പറഞ്ഞത്. ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്. അതേപോലെ തന്നെ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്തത് സിൽവർ ക്ലോറൈഡും അല്ലെങ്കിൽ സിൽവർ ബ്രോമൈഡും ആയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് ആൻഡ് decomposition reaction, the energy is absorbed and such type of reactions are called as endothermic reactions. So class ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.